ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോവുക കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡൊക്കെ ഫുള്ളും സിമെൻ്റ് ആണെങ്കിലും ഫുള്ളും പൊട്ടി പൊളിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇതിൽ എന്താ ഓഫ് റോഡാണ്. ഇതിൽ വണ്ടിയും കാര്യങ്ങളൊന്നും അങ്ങനെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വേണമെങ്കിൽ ബൈക്കോ സ്കൂട്ടി അങ്ങനെയൊക്കെ കയറാം, പിന്നെ കാറിലും വരാം. അത് നമ്മൾ അത്ര റിസ്ക് എടുത്ത് വേണം വരണമെങ്കിൽ, കാരണം കുത്തനെയുള്ളൊരു കയറ്റമൊക്കെ ആട്ടോ. അങ്ങനെ നമ്മൾ ഇതിലൂടെ പോവുകയാണേ. സൺഡേ ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന്. ഈ 4 മണിക്കാണ് പോകുന്നത്. 4 മണിക്ക് ഏത് സ്ഥലമാണ് ഓപ്പൺ ആക്കിയിരുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം മിണ്ടാതെ വാ എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെയാട്ടോ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. നോക്കുമ്പോൾ നല്ല റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും തേയിലത്തോട്ടാട്ടോ. ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഇത് വയനാട്ടിലൊരു ഹിഡൻ പ്ലേസ് ആട്ടോ. പേര് നാരങ്ങാച്ചാലെന്നാട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടേ. കണ്ണത്താ ദൂരത്ത് പട്ട് വിരിച്ച് കിടക്കുന്ന ഫുൾ തേയിലത്തോട്ടം. നല്ല അടിപൊളി യാട്ടോ കാണാനൊക്കെ. നമ്മൾ കണ്ണങ്ങ് മഞ്ഞളിച്ച് പോകും, അതേപോലെയാണ്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടം നടുക്കിൽ കൂടെ സിമെൻ്റ് ഇട്ട് നല്ല അടിപൊളി റോഡാട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരം എന്ന് പറയുന്നത്. ഇതിവിടെ അധികം വീട് എന്ന് പറഞ്ഞാൽ ഫുള്ളൊരു കോളനി ഏരിയാസാണ്. പക്ഷെ അവിടെ നിന്നുള്ള ആൾക്കാരൊന്നും നമ്മൾ അവിടെ കണ്ടില്ല. നമ്മൾ പിന്നെയും ഇങ്ങനെ അതിൽ കൂടെ പോയിക്കൊണ്ടേയിരുന്നു. നമുക്ക് അങ്ങ് അറ്റം വരെ ബൈക്കിൽ, നമുക്ക് വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ഇറങ്ങി നടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇറങ്ങി നടക്കുന്നത് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ പോവുകയാണേ. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള ചെറിയൊരു സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ തൊട്ടിപ്പുറത്ത് കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ. പക്ഷെ അവരൊന്നും ഇവിടെ നിന്ന് പുറത്തൊന്നും ഇറങ്ങലില്ല. പിന്നെ നമ്മളൊന്ന് അവിടെ ഇറങ്ങിയിട്ട് വാമിക്കുട്ടീനെയും കൊണ്ട് നമ്മളൊന്ന് കാഴ്ച കാണാൻ നിന്നു കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് അധികം വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ള് കോട മൂടി അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടുള്ള മലനിരകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്താ പിന്നെ അവളവിടെ ഇറക്കി. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കുറച്ച് ദൂരം പോയി, പിന്നെ ഇറങ്ങി. അങ്ങനെ അവിടെ അടിപൊളി കണ്ടു കേട്ടോ. ഇത് നമ്മുടെ ഇവിടെയാണ് വരുന്നത്, കോറോത്ത്. പിന്നെ ഇതുണ്ട് ഒരു മീൻമുട്ടി വാട്ടർഫാളിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം കേട്ടോ. എല്ലാവരും മീൻമുട്ടി വാട്ടർഫാളും അതൊരു ഹിഡൻ പ്ലേസ് തന്നെയാണ്. വയനാട്ടിൽ ആരും എത്തിപ്പെടാത്തൊരു സ്ഥലം തന്നെയാണ്. വളരെ ചുരുക്കം പേര് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ വന്നാലും അടിപൊളി സ്ഥലം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ നാരങ്ങാച്ചാൽ കാണപ്പെടുന്നത്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാട്ടോ ഈ സ്ഥലത്ത് പോകുന്നത്. ഹസ്ബൻഡ് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാൻ ഭയങ്കര വഴക്ക് പറഞ്ഞു. ഈ 4 മണിക്ക് എവിടെയാണ് തുറന്നിട്ടുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ പോയപ്പാണ് വളരെ അടിപൊളിയായ സ്ഥലം കേട്ടോ. നമുക്ക് ഒരു സന്തോഷവും നല്ലൊരു എനർജിയും കാര്യങ്ങളൊക്കെ തരും. നമുക്കവിടെ പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഈ ഭംഗി തന്നെ കണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് തിരിച്ചു പോരാവുന്നതാണ് കേട്ടോ.